ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഎക്സൽ ടെക്നോളജീസ്. ഇന്ന് നമ്മൾ RFID ടെക്നോളജിയെക്കുറിച്ചും അതുപോലെ തന്നെ EM18 RFID റീഡർ മൊഡ്യൂൾ എങ്ങനെ നമുക്ക് ആർഡിനോയായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ് നമ്മൾ നോക്കുന്നത്. RFID എന്ന് പറയുമ്പോൾ എന്താണ്? റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. ഇതെന്ന് പറയുന്നത് ഒരു വയർലെസ് സിസ്റ്റമാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുന്നത് ടു ഐഡൻറ്റിഫൈ ആൻഡ് ട്രാക്ക് ഒബ്ജക്ട്സ്. അപ്പം ഇത് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് സിസ്റ്റത്തിൽ, കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റിൽ, പിന്നെ അതുപോലെ തന്നെ ആക്സസ് കൺട്രോളിലൊക്കെയാണ് ഈ RFID വെച്ചിട്ടുള്ള യൂസസ് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ഈ EM18 RFID റീഡർ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു കോസ്റ്റ് എഫക്റ്റീവ് റീഡറാണ്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് 125 kHz ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഈ ഒരു റീഡർ മൊഡ്യൂളിന് 8 to 10 സെൻറ്റിമീറ്റർ വരെയുള്ള ടാഗിനെയോ അല്ലെങ്കിൽ RFID ടാഗ് അല്ലെങ്കിൽ RFID കാർഡ്സിനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ ഇത് 5 volt DC സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സീരിയൽ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈസി കണക്ഷൻ നമുക്ക് നമ്മുടെ അർഡിനോയിലും അതുപോലെ മൈക്രോ കൺട്രോളറൊക്കെ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് 12 ഡിജിറ്റ് ആണ് റീഡ് ചെയ്യുന്നത്. യുണീക്ക് ID ആണ് RFID കാർഡ്സിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് പവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അത് ആ ഒരു ഗ്രീൻ LEDയിലൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഇൻഡിക്കേറ്റർ LED ഉണ്ട്. അതുപോലെ നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസറുണ്ട്. അപ്പോൾ ബസർ മൊഡ്യൂളും ഉണ്ട്. അതായത് ഇപ്പം ഈ ടാഗ് ഐഡൻറ്റിഫൈ ചെയ്യുവാണ്, അപ്പോൾ ബസർ അടിക്കുന്നത്. അപ്പോൾ അതിനൊരു ബസർ മൊഡ്യൂളും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് കണക്ഷനിലോട്ട് പോകാം. കണക്ഷൻസിൽ ഇപ്പം നമ്മളിത് ആദ്യമേ ഈ ഒരു EM18 റീഡർ മൊഡ്യൂള് ഒരു ക്ലോസപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ഏതൊക്കെ പിന്നാണ് കൊടുത്തിരിക്കുന്നത്. TX ഉണ്ട്, 5 volt, ഗ്രൗണ്ട്. അപ്പോൾ ഈ 3 പിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അർഡിനോയിലോട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ TX പിന്ന് ശരിക്കും നമ്മുടെ അർഡിനോയുടെ RX പിന്നിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഈ അർഡിനോയുടെ TX RX പിന്നില്ലേ, ഈ 2 പിൻസ്, ഇതെന്ന് പറയുന്നത് USB ഇൻ്റർഫേസ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഓൾറെഡി അതിൽ ആ പിന്ന് ഈ ഒരു USB കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ TXന്ന് ഡയറക്റ്റ് RXൽ കൊടുക്കാം. പക്ഷെ കോഡ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ, അതായത് അർഡിനോ ബേൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കാണാം, നമുക്കിപ്പോൾ ചില വീഡിയോസൊക്കെ നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RXൽ കണക്ട് ചെയ്തേക്കുന്ന വയറ് മാറ്റിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും അവരെടുത്ത് RXലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ വയർ ഊരുകയും എടുക്കുകയും വേണമല്ലോ. അപ്പോൾ അതിന് പകരം ഞാൻ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി വെച്ചിട്ട് സെക്കൻഡ് ഡിജിറ്റൽ പിന്നാണ് ഞാൻ എന്താക്കി കൊടുക്കുന്നത്, RX പിന്നാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം, ഒരു സീരിയൽ പിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഡയറക്റ്റ്ലി നമുക്ക് RXലോട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ അതിന് പകരം സോഫ്റ്റ്വെയർ സീരിയൽ വെച്ചിട്ട് ഈ സെക്കൻഡ് പിന്ന് ഞാൻ RX ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ടും എന്ന് പറയുന്നത് RFID ടാഗാണ്. ഇത് കാർഡ്, ഇതതുപോലെ കീ ചെയിൻ പോലെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ആദ്യമേ ഞാൻ ഗ്രൗണ്ടും, അതായത് പവറും VCCയും കൊടുക്കും, പവറും ഗ്രൗണ്ടും കൊടുക്കുന്നു. ഗ്രൗണ്ട് അർഡിനോയുടെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ VCC കൊടുക്കാം. VCC റെഡ് വയറാണ്.
5 വോൾട്ടും ഗ്രൗണ്ടും കൊടുത്തു. ഇനിയും ടി എക്സ് നമ്മൾ എങ്ങോട്ട് കൊടുക്കണം? RX പിന്നിലോട്ട്. ഇവിടെ ഞാൻ സോഫ്റ്റ്വെയർ സീരിയൽ വെച്ചിട്ട് RX ആക്കിയേക്കുന്ന സെക്കൻഡ് പിന്നാണ്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് പിന്നിലോട്ടും കൊടുത്തു. ഇതിത്രയാണ് കണക്ഷൻ വരുന്നത്. നമുക്ക് കോഡ് ബേൺ ചെയ്യാം. കോഡ് റൺ ചെയ്തു. ഇനിയിപ്പോൾ ഈ ടാഗ് നമ്മൾ വെക്കുവാണ്. കണ്ടോ, ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇത് സീരിയൽ മോണിറ്ററിൽ ആ വാല്യൂ കാണിക്കുന്നുണ്ട്, നമ്മുടെ കാർഡ് ഐഡൻറ്റിഫൈ ചെയ്തത്. അത് ഞാൻ കാണിക്കാം. ഈ കാർഡിൻ്റെ നമ്പറാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കീ ചെയിൻ മോഡലുണ്ട്. അപ്പോൾ അതും നമ്മൾ ടാഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു RFID EM18 റീഡർ മൊഡ്യൂൾ വെച്ചിട്ടൊക്കെ നമുക്ക് കുറച്ച് പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റും. RFID വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റൻഡൻസ് സിസ്റ്റം നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡോർ ലോക്സിൻ്റെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യമേ നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു EM18 റീഡർ മൊഡ്യൂൾ ഇൻ്റർഫേസ് ചെയ്യാം, ഇൻ്റർഫേസ് ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് റീഡ് ആകുന്നതെന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ RFID ബേസ്ഡ് അറ്റൻഡൻസ് സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. RFID എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാർഡിനെയും ടാഗ്സിനെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ട്രാക്ക് ചെയ്യുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മുടെ റീഡർ മൊഡ്യൂൾ, ഇതാണ് നമ്മുടെ ടാഗ്. അപ്പോൾ ഇവർ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, പക്ഷേ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു EM18 റീഡർ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ് പോപ്പുലറായിട്ടുള്ള ഒരു RFID റീഡറാണ്. ഇത് ലോ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഈ ഒരു റീഡർ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 125 kHz ഫ്രീക്വൻസിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ഒരു ടാഗ് ഈ ഒരു റീഡറിൻ്റെ നിയർ കൊണ്ടുവരുന്നത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ RFID റീഡർ ഇതിലുള്ള ഒരു 12 ഡിജിറ്റ് യൂണിക് ഡേറ്റ ഉണ്ട്. അപ്പോൾ ആ 12 ഡിജിറ്റ് ID നമ്പർ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ID നമ്പർ റീഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിറ്റക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത് ആക്സസ് ചെയ്തു, സ്കാൻ ചെയ്തു എന്നുള്ളത് നമുക്കങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അറ്റൻഡൻസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡോർ ലോക്ക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടാഗിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ടാഗ് ശരിക്കും ഈ ടാഗിൻ്റെ ID നമ്പർ ആയിരിക്കത്തില്ല ഒരിക്കലും, ഈ ഒരു കാർഡിൻ്റെ ID നമ്പർ ആയിരിക്കത്തില്ല ഒരിക്കലും ഈ ടാഗിൻ്റെ ID നമ്പർ. അപ്പോൾ ഇത് ഓരോ ടാഗിനും അല്ലെങ്കിൽ ഓരോ കാർഡിനും ഡിഫറെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ, അതായത് ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് വേറൊരാൾക്ക് കാണത്തില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഈ കാർഡും. അപ്പോൾ ഈ കാർഡ് ഇതിനൊരു 12 ഡിജിറ്റ് യൂണീക്ക് ID ഉണ്ട്. അതുപോലെ ഈ ടാഗിനും ഒരു 12 ഡിജിറ്റ് യൂണീക്ക് ID ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ റീഡർ മൊഡ്യൂളും നമ്മൾ അർഡിനോയിൽ കൊടുത്തിട്ടുണ്ട്. ആ റീഡർ മൊഡ്യൂള് നമ്മളിപ്പോൾ ഈ ഒരു കാർഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇതിലുള്ള യുണീക്ക് ID, അപ്പോൾ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, LCD ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ അർഡിനോയിൽ നിന്ന് ഞാൻ VCC ഗ്രൗണ്ടും ബ്രെഡ് ബോർഡിൽ കൊടുക്കുകയാണ്. ഈ റീഡർ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ റീഡർ മൊഡ്യൂളിൽ ഏതൊക്കെ പിൻസാണ് ഈ ബ്രേക്ക് ഔട്ട് ബോർഡിൽ കാണിക്കുന്നത്? TX ഉണ്ട്, 5 വോൾട്ട് ഉണ്ട്, ഗ്രൗണ്ട്. അപ്പോൾ ഞാൻ 5 വോൾട്ട് നമ്മുടെ ബ്രെഡ് ബോർഡിലോട്ട് കൊടുക്കുന്നു, ഗ്രൗണ്ടും അത് കൊടുക്കുന്നു. TX പിന്ന് ഞാൻ നമ്മുടെ അർഡിനോയുടെ സെക്കൻഡ് പിന്നിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു TX പിന്ന് ശരിക്കും നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, RX പിന്നിലോട്ടാണ്. അപ്പോൾ ഞാനിവിടെ RX പിന്നായിട്ട് സോഫ്റ്റ്വെയർ സീരിയൽ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഈ സെക്കൻഡ് പിന്നിനെ ഡിക്ലെയർ ചെയ്യുവാണ്. അപ്പം ഈ സെക്കൻഡ് പിന്ന് സോഫ്റ്റ്വെയർ സീരിയൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ എന്താക്കാൻ നമുക്ക് സീരിയൽ പിന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുത്തിരിക്കുന്നത് പ്രോഗ്രാമിലാണ്. ഇതിപ്പോൾ റീഡർ മൊഡ്യൂളിൻ്റെ കണക്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
മറ്റേ നമ്മുടെ TX പിന്ന് സെക്കൻഡ് പിന്നിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയർ സീരിയൽ വഴി പ്രോഗ്രാമിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ VCC ഗ്രൗണ്ടും കൊടുത്തു. ഇനി LCD ആണ്. LCD ഞാനിവിടെ വിത്ത് ഐസ്കർസി മൊഡ്യൂളാണ്, അതായത് ആദ്യമേ ഐസ്കർസി മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്കർസി മൊഡ്യൂളിൽ 4 പിന്നാണ്: VCC, ഗ്രൗണ്ട്, STA, SCL. അപ്പം ഇവിടെ STA-യും SCL-ഉം കണക്ട് ചെയ്യുന്നത് കാണിക്കാം. STA എന്ന് പറയുമ്പോൾ നമ്മൾ അർഡിനോയുടെ A4 കൊടുക്കുന്നു. കാരണം A4 ആണ് എന്താണ് ഡേറ്റ ലൈന് ഹാർഡ്വെയർ മാപ്ഡ് ആയിട്ടുള്ളത്. അപ്പം STA ഞാൻ അനലോഗ് പിൻ 4 കൊടുക്കുന്നു. അതുപോലെ തന്നെ XCL A5 ആണ്, അത് A5 കൊടുക്കാം. then VCC ഗ്രൗണ്ടും അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കോഡ് ബേൺ ചെയ്ത് നോക്കാം. ഇതാണ് കോഡ് വരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് വേണ്ട ലൈബ്രറീസ് ആഡ് ചെയ്തു. ഈ വയർ ഡോട്ട് എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഐസ്കേഴ്സി മൊഡ്യൂൾ യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ അതിന്റെ ലൈബ്രറിയാണ് ഈ വയർ ഡോട്ട് എച്ചിലുള്ളത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ, അതായത് നമ്മുടെ LCD ഡിസ്പ്ലേയുടെ എന്താണ് ലൈബ്രറിയാണ്. പിന്നെ സോഫ്റ്റ്വെയർ സീരിയൽ ഞാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ നമ്മുടെ RFID റീഡർ മൊഡ്യൂളിൽ TX പിൻ ഉണ്ട്, അത് RX-ലോട്ടാണ് അർഡിനോയുടെ കൊടുക്കണ്ടേ. അപ്പൊ RX പിന്ന് വരുന്നതെന്ന് പറയുന്നത് 0th പിന്നാണ് അർഡിനോയിലെ RX പിൻ. അപ്പൊ ഞാൻ ആ പിന്ന് യൂസ് ചെയ്യുന്നതിന് പകരം സെക്കൻഡ് പിന്ന് യൂസ് ചെയ്യണം. അപ്പൊ വിർച്വലി എനിക്ക് ആ സെക്കൻഡ് പിന്ന് സോഫ്റ്റ്വെയർ, അതായത് സെക്കൻഡ് പിൻ എനിക്ക് സീരിയൽ ഡേറ്റ പാസ് ചെയ്യുന്ന പിന്നാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറഞ്ഞ ലൈബ്രറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഈ സെക്കൻഡ് പിന്നിനെ എന്താക്കി മാറ്റാം? RX പിന്നാക്കി മാറ്റാം. അതായത് സോഫ്റ്റ്വെയർ സീരിയൽ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് RX-ഉം സെക്കൻഡ് പിൻ എന്ന് പറയുന്നത് TX-ഉം ആണ്. അപ്പൊ ഇവിടെ ഞാൻ TX യൂസ് ചെയ്യുന്നില്ല, അതായത് നമുക്ക് റിസീവിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തേർഡ് പിൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ട് നമ്മളൊരു പിന്നും കൂടി കൊടുത്തിരിക്കുന്നു. പിന്നെ സ്ട്രിംഗ് ടാഗ് 1, സ്ട്രിംഗ് ടാഗ് 2 എന്ന് പറയുന്നത് നമ്മൾ IDs, അതായത് എന്റെ ഇപ്പോ ഒരു കാർഡ് ഇരിപ്പുണ്ട്, ഒരു ടാഗ് ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ID ആണ് ഞാൻ ഇവിടെ സ്ട്രിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കോഡിൽ വരുന്ന സെറ്റപ്പ് ആണ്. വോയിഡ് സെറ്റപ്പിലാണ് LED ഇനിഷ്യേറ്റ് ചെയ്യുന്നതും അതിന്റെ ബാക്ക് ലൈറ്റ്, കർസർ മൂവ് ചെയ്യുന്നതിന്റെ പ്രിന്റ് ചെയ്യാനുള്ളതെല്ലാം കൊടുത്തിരിക്കുന്നത്. RFID ബിഗിൻ 9600 എന്ന് പറയുന്നത് RFID-യുടെ ഡാറ്റ ട്രാൻസ്മിഷൻ 9600 ആണ്. പിന്നെ നമ്മുടെ സീരിയൽ മോണിറ്ററിന്റെ സീരിയൽ ബിഗിനും 9600 ആണ്. അത് ഓപ്ഷണൽ ആണ്. പിന്നെ ലൂപ്പിൽ വേണം നമുക്ക് കോഡ് കൊടുക്കാനായിട്ട്. ലൂപ്പിൽ ഇപ്പൊ അതായത് ഇപ്പൊ എന്താണ് ഇത്രയും അതായത് ഒരു 12 ഡിജിറ്റ് ID നമ്പർ ആണല്ലോ, അപ്പൊ അത്രയും ഇത് വാങ്ങിക്കുക. അത് വാങ്ങിക്കുന്നത് ഇപ്പൊ അവര് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ് 1 ആ ഡേറ്റയും നമുക്ക് ഈ RFID ഡേറ്റയിൽ കിട്ടിയ വാല്യൂം സെയിം ആണെന്നുണ്ടെങ്കിൽ വെൽക്കം ആലീസ് എന്ന് പ്രിന്റ് ചെയ്യുക. അതുപോലെ തന്നെ ടാഗ് 2ൽ കൊടുത്തിരിക്കുന്ന വാല്യൂ നമ്മളിപ്പോ രണ്ടാമത്, അല്ലെങ്കിൽ ഞാനിപ്പം ടാഗ്, അതായത് ഞാനിപ്പോ ഈ ടാഗ് വെച്ച്
ഈ നമ്മുടെ റീഡർ മൊഡ്യൂളിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുമ്പോൾ റീഡ് ചെയ്യുന്ന ഡേറ്റയും ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെൽക്കം ഹോം. അല്ലാതെ എന്ത് വന്നാലും ആക്സസ് ഡിനൈഡ് കൊടുത്തു. പിന്നെ ഡിലേ, അത് നമ്മളിപ്പം അത് ഓരോന്നും ഒരു 2000, അതായത് ഇത്ര മില്ലി സെക്കൻഡ് ഡിലേയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ LCD ക്ലിയർ എന്ന് പറയുമ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ക്ലിയർ ആയി പോകാനായിട്ട്. ഇതാണ് കോഡ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.